ഏയ് അശോക് സാർ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഹായ് ഹായ് ജാക്കി. ഹായ് സാർ. സുബിക്കൊന്ന് സംസാരിക്കണമെന്ന് കൊടുക്കാം. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കാവേരി ചേച്ചി. എല്ലാരും എന്നെ ഇവിടെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ. അത് നമ്മുടെ സീതമ്മയുണ്ടല്ലോ, എന്നെ സ്വന്തം മകളെ പോലെയാ നോക്കുന്നത്. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും, എന്നിട്ടത് കഴിപ്പിക്കും, എന്നെ കുളിപ്പിക്കും, കിടത്തി ഉറക്കും, എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആണോ മോളെ? ഈ വീട്ടില് ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അറിയോ, എന്നെ എല്ലാരും ഇവിടെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോ അവിടെ സൂപ്പർ ആണെന്ന് അർത്ഥം. ഇപ്പൊ ഞാനില്ലാത്തോണ്ട് നിനക്ക് അവിടെ സമാധാനം ഉണ്ടാവുമല്ലേ? ഇപ്പൊ അവിടെ നിനക്ക് വഴക്കുണ്ടാക്കാൻ ഞാൻ അവിടെ ഇല്ലല്ലോ, അപ്പൊ നിനക്ക് സമാധാനാവുന്നില്ലേ? ഇല്ല സുബി, നീ ഇല്ലാതെ ഇവിടെ ഭയങ്കര ബോറാ. ഞാനിപ്പോ സ്കൂളിലേക്ക് പോവാമോ? ഇതൊക്കെ നീ കാരണമാ നടക്കുന്നേ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരുമിച്ച് സ്കൂളിൽ പോവായിരുന്നു. സുബി, ഞാൻ ടൈലറിംഗ് ക്ലാസ്സിന് പോവാൻ തുടങ്ങിട്ടോ. ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ സുഖമാണല്ലോ, എനിക്ക് അത്രയും മതി. നിനക്ക് അവിടെ സുഖാണെന്ന് ഞങ്ങൾക്ക് കേട്ടാ മതി മോളെ, മതി. നീ കാരണം ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുക. ഒരു മിനിറ്റ്. ഗ്യാരേജിന്റെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, പോയി നോക്ക്. ഓക്കെ സാർ, ഓക്കെ. ടാറ്റ സുബി. ടാറ്റാ. ടാറ്റാ. ബൈ. ഏയ് അവര് ഗ്യാരേജിന്റെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, ഞാൻ പോയി നോക്കിട്ട് വരാം. ബൈ. മുത്തശ്ശ, ഞാനെന്നാ സ്കൂളിൽ പോയിട്ട് വരാവേ. എനിക്കും ടൈലറിംഗ് ക്ലാസ്സിന് പോവാനുള്ള സമയായി. സന്തോഷായോ? ഏയ് എന്താ ഈ ചെയ്യുന്നേ? നോക്കു സുബി, നീ ഞങ്ങൾക്ക് ചെയ്യുന്ന സഹായത്തിന് മുമ്പിൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുന്ന സഹായം ഒന്നുമല്ല. ദയവ് ചെയ്തിങ്ങനെ കൈ കൂപ്പരുത്. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, നീ ഇവിടെ സിഹിയായിട്ട് തന്നെ നിൽക്കണം. നീ സുബിയാണെന്ന് ഇവിടെ ആരും അറിയാൻ പാടില്ല. ഓക്കെ അല്ലേ? So cute, Subbalakshmi madam. അല്ല, ഭാർഗു 5 മിനിറ്റ് പോലും മാച്ച് നിർത്തി റെസ്റ്റ് എടുക്കാറില്ല. ഇന്നെന്താ ഇവളിങ്ങനെ റിട്ടയർ ചെയ്ത് കളഞ്ഞ്? എങ്ങനെ ഇവൾക്ക് തലകറക്കം വന്നേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഭാർഗു, ഭാർഗു, ഭാർഗു. ഭാർഗുവിന് യോർക്കർ എറിഞ്ഞു കൊടുത്തതാരാ? ഹേ റാം, നീ ഇപ്പൊ ഓക്കെ അല്ലേ സീത? ഇതെന്താ റാം ഇങ്ങനെ ചോദിക്കുന്നേ? ഞാൻ ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. മനസ്സുകൊണ്ട് സന്തോഷായിട്ടിരിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ എനിക്ക് തോന്നുന്നത്. റാം, സിഹി എവിടെ? സിഹി ഒന്ന് വിളിച്ചോണ്ട് വരുമോ പ്ലീസ്?
നീ ഇവിടെ എത്തിയോ? അച്ഛനോട് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ നിന്നെ പോയി വിളിച്ചിട്ട് വരാൻ. റാം, എന്തിനാ ബെല്ലിനെ എടുത്ത് നിൽക്കുന്നേ? വാവ്, സീത ഇപ്പൊ കംപ്ലീറ്റ്ലി ഈ പാവയെ സിഹിയായിട്ട് കാണുന്ന നിർത്തിയിട്ടുണ്ട്. അപ്പോ എന്റെ സീത നോർമലായി. സിഹി, നീ എവിടെയായിരുന്നു? ഞാൻ മുത്തശ്ശനോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. മുത്തശ്ശനോടോ? എന്ത് സംസാരിക്കാൻ? അതോ കാവേരി ചേച്ചിനെ കുറിച്ച് സംസാരിച്ചതാ. കാവേരി ചേച്ചിയോ? അവളാരാ? അത് അത് പിന്നെ സൂര്യയുടെ പുസ്തകത്തിലുള്ള ഒരു ക്യാരക്ടറാ. ഇവള് സൂര്യയുടെ അടുത്ത് പോയി കഥ പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട, മുത്തശ്ശൻ വായിച്ചോട്ടെ, നീ എന്റെ കൂടെ വാന്നും പറഞ്ഞു കൊണ്ടുവന്നതാ. മോളെ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശന്റെ റൂമിലേക്ക് പോവരുത്. അവര് പുസ്തകം വായിച്ചോണ്ടിരിക്കുമ്പോ അവരെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുത് നീ. അതിനെന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നേ? അശോക്, എന്താന്നറിയില്ല, എന്റെ മോളുടെ സംസാരം ഇപ്പൊ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. മുൻപൊക്കെ ഞാൻ ഒരു വാക്ക് പറഞ്ഞാ ഇവള് 100 വാക്ക് പറയുമായിരുന്നു. ഇപ്പൊ വെറും ആ ഓ മാത്രമേ ഉള്ളൂ. എന്തു പറ്റി? അച്ഛനെ കണ്ടിട്ട് എന്തിനാ മോളിങ്ങനെ പേടിച്ച് ഒളിച്ചു നിൽക്കുന്നത്? റാം, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒന്ന് പറയ എന്നോട്. പ്രശ്നമൊന്നും ഇല്ല സീത. മോളൊന്ന് അച്ഛൻ്റെ അടുത്തേക്ക് വാ. സുബി ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല. ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾ എല്ലാരെയും പറ്റി ആലോചിക്കുന്നില്ലേ അവള്? ഇതിനെല്ലാം എനിക്ക് സമ്മതമാണ്, ശരിയാക്കാം. ആ സക്സസ്. എന്റെ അച്ഛനെ വെറുക്കരുത് കേട്ടോ, അച്ഛനൊരു പാവാ. സിഹി, അച്ഛനല്ലേ വിളിക്കുന്നത്? ചെല്ലുമോള്. നിനക്കെന്താ പറ്റിയത്? നീ എന്താ പോവാത്തെ? അച്ഛനും മോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എന്തെങ്കിലും വഴക്ക് പറഞ്ഞപ്പോ സിഹി റാമിനോട് ദേഷ്യം പിടിച്ച് നിൽക്കുന്നതാവും. സിഹി, ഇങ്ങനെ മിണ്ടാതിരിക്കണ്ട. അച്ഛനൊരു ഷേക്കാൻ എടുത്ത മോളെ കൊടുക്ക്. നോക്ക്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല സിഹി. യു ആർ എ ഗുഡ് ഗേൾ അല്ലേ?
താങ്ക് യു സോ മച്ച് ചക്കരെ. റാം, സിഹിയോട് എന്തിനാ താങ്ക്സ് പറയുന്നേ? അത് ക്യൂട്ടായിട്ടൊരു ഹഗ് കൊടുത്തതല്ലേ, അതിന് താങ്ക്സ് പറഞ്ഞതായിരിക്കും. ഇറ്റ്സ് നത്തിങ്. എടാ ഒന്ന് വരാവോ? ആ യാ. എടാ ഉം. നീയും സീതയും ആദ്യത്തെ പോലെ ആകില്ല എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ദൈവം വലിയവനാ. നിങ്ങൾ വീണ്ടും പഴയ പോലെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുന്നത്. നിങ്ങൾക്ക് രണ്ടാൾക്കും ആരുടെയും കണ്ണു പറ്റാതിരിക്കട്ടെ. പക്ഷെ അശോക, എന്താടാ, എന്തു പറ്റി? സുബിക്ക് എന്നെ അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല. അതെന്താന്ന് എനിക്കറിയില്ല. എന്നെ ഒന്ന് കാണുമ്പോൾ തന്നെ മാറിപ്പോവാടാ അവള്. ഒന്നും പറയുന്നുമില്ല, എന്നോടൊന്നും ചോദിക്കുന്നുമില്ല. അറ്റ്ലീസ്റ്റ് അച്ഛാന്ന് വിളിച്ചൂടെ? അതുമില്ല. ഹേയ് എടാ, കൊച്ചുകുട്ടിയല്ലേടാ അവള്. ഈ കൊച്ചുകുട്ടികള് ചിലരായിട്ട് പെട്ടെന്ന് അടുക്കില്ല. സംസാരിക്കാനും പേടിയുണ്ടാവും. പോകെ പോകെ എല്ലാം ശരിയായിക്കോളും. വിടറാ. എടാ, ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ സീതയ്ക്ക് എന്തെങ്കിലും ഇത് ഡൗട്ട് ആവുമെന്ന് ടെൻഷൻ ആവുന്നടാ എനിക്ക്. മോർ ഓവർ സുബിയെ കാണാൻ സെയിം ടു സെയിം എന്റെ സിഹിയെ പോലെ തന്നെയാടാ. അപ്പോ സുബി എന്നോട് മിണ്ടാതിരുന്ന എന്റെ മകള് സിഹി എന്നോട് മിണ്ടാതിരിക്കുമ്പോൾ ആ വേദനയുണ്ടല്ലോ, അതാണ് എന്റെ പ്രശ്നം. നീ ടെൻഷൻ ആവല്ലേ രാമ. സുബിക്ക് ഈ സ്ഥലം പുതിയതല്ലേ, പതുക്കെ എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും. സുബിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതാലോചിച്ച് സന്തോഷിക്കേ. എടാ, സുബി നമ്മുടെ വീട്ടിൽ വന്നപ്പോ മുതല് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സീതയെ കണ്ടില്ലേ? അവൾ എത്ര ഹാപ്പിയാന്ന് നീ കണ്ടില്ലേ? ഈ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചിരി സുബി കാരണം തിരിച്ചു വന്നത് നീ കണ്ടതല്ലേ? യെസ് മാൻ. ഇതോടെ നിന്റെ ജീവിതത്തിലെ വിഷമങ്ങൾ തീർന്നു. ഇനി അങ്ങോട്ട് സന്തോഷം, ഹാപ്പിനെസ്, ഖുഷി, അത്രേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. സീതയ്ക്ക് ഭേദമായത് തന്നെ എന്നെ ഒരുപാട് ഹാപ്പിയാക്കുന്ന കാര്യമാണ്. സീത എപ്പോഴും ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നടാ. എപ്പോഴെങ്കിലും കിടന്നുറങ്ങും, എപ്പോഴെങ്കിലും ഒക്കെ എഴുന്നേക്കും. കറക്റ്റ് സമയത്ത് വെള്ളമോ ആഹാരമോ ഒന്നും കഴിക്കില്ല. ഓൾ ഓഫ് എ സഡൻ തല കറങ്ങി അങ്ങ് വീഴുമായിരുന്നു. പക്ഷെ ഇന്ന് നീ കണ്ടില്ലേ എത്ര ഹാപ്പിയാണ്, എന്തുമാത്രം ആക്റ്റീവ് ആണെന്ന് കണ്ടില്ലേ? പക്ഷേ ഇന്ന് ഭാർഗവി മേമയ്ക്ക് എങ്ങനെയാ തലകറങ്ങിയത്? ഇനി മുതൽ അച്ഛന് ബഡ്ഡി ബംഗരാമാന്റെ ഒരു ഡൗട്ടൊക്കെ തോന്നും. നിന്ന നിൽപ്പില് അവർക്ക് എങ്ങനെയാ തലകറങ്ങിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അശോക, അവരുടെ അവസ്ഥ ഇപ്പൊ എന്താന്ന് ഞാൻ പോയി നോക്കിയില്ലടാ. മേമയ്ക്ക് തീരെ വയ്യെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോയി ഡോക്ടറെ കാണാം. അച്ഛാ പോവല്ലേ, ആഘോഷങ്ങൾ പറയുന്നൊന്ന് കേക്ക്. അച്ഛനൊന്നും കേൾക്കാൻ പോലും നിൽക്കില്ല. ഓ ഭാർഗു, എന്തു പറ്റി ഭാർഗു നിനക്ക്? ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ തലകറക്കം മാറുന്നില്ല. തലകറക്കം ഉണ്ടെന്നോ? നിനക്ക് വല്ല പനിയും വന്നോ ഭാർഗു? ഓക്കെ. ഞാൻ സീതയ്ക്ക് എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണോ ആ കുട്ടി അങ്ങനെയൊക്കെ ചെയ്തത്? പക്ഷേ അവൾക്കതെങ്ങനെ മനസ്സിലായി?
എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാ ഭാർഗു, നീയില്ലേ ഞങ്ങൾ മുകളിലോട്ട് വന്നപ്പോ നീ താഴെ കിടക്കുമായിരുന്നു. അല്ല, നീ തലകറങ്ങി വീണതാണോ വഴുതി വീണതാണോ എന്ന് മനസ്സിലായില്ല. പതുക്കെ, അവിടെ വെള്ളമുണ്ട്. മേമ, സിഹിയോ? ആ കുട്ടി ചില്ലറക്കാരിയല്ല വിശ്വ. അവൾ എന്തോ ചെയ്തതാ. അവൾ എന്ത് ചെയ്യാനാ ഭാർഗു? അവള് മേമ, ഇപ്പൊ എങ്ങനെയുണ്ട് മേമ? അയ്യോ, ഓക്കെ? ഐ എം ഓക്കെ അപ്പോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അച്ഛാ, ബഡ്ഡി ബംഗരമ്മേനോട് ഒന്ന് ശരിക്കും ചോദിക്കേ, തലകറക്കം എങ്ങനെയാണ് വന്നതെന്ന്. അയ്യോ അച്ഛാ, അമ്മേ, അകത്തേക്ക് വരൂ, വരൂ. മോളെ, ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയേ. പൊന്നുമോളെ, ചക്കരെ സുഖല്ലേ? ആരാ ഇവര്? എന്നെ എന്തിനാ ചക്കരെ പൊന്നുമോളെ എന്നൊക്കെ വിളിക്കുന്നത്? മോളെ, എന്താ നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? അവരോട് സംസാരിക്കേ. സിഹിമോളെ, നിനക്ക് സുഖല്ലേ പൊന്ന? ഓ, നമസ്കാരം. നമസ്കാരം. എന്താ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്കും സുഖല്ലേ? അടിപൊളിയാ ഇവിടെ. സിഹിമോളെ, എന്താണ് നിന്നെ കാണാൻ മുത്തശ്ശനും മുത്തശ്ശിയും വന്നല്ലോ. ഇവരെന്റെ മുത്തശ്ശിയും മുത്തശ്ശനാണോ? ഇവരെ കുറിച്ച് ആ ശ്രീരാം ദേശായി എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതെന്താ ഞങ്ങളുടെ ചക്കരൊന്നും മിണ്ടുന്നില്ലല്ലോ? സിഹി, സംസാരിക്ക. എന്താ നീ മിണ്ടാതെ നിൽക്കുന്നേ? സിഹിമോളെ, നിനക്ക് എന്താ പറ്റിയത്? എന്താണെന്ന് എനിക്ക് അറിയില്ലമ്മേ. ഇവള് പഴയ പോലെ ഒന്നും നന്നായിട്ട് സംസാരിക്കുന്നേ ഇല്ല. അവളുടെ അച്ഛന്റെ അടുത്ത് ഇവൾ ഇങ്ങനെയാ പെരുമാറുന്നേ. റാം മുകളിലുണ്ട്, ഞാൻ വിളിച്ചിട്ട് വരാവേ. നിങ്ങൾ ഇരുന്നോളൂ. നിങ്ങൾ വരൂ, വരൂ. വാ ചക്കരെ. വരൂ, ഇരുന്നോളൂ. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവള് എങ്ങനെയാ തിരിച്ചു വന്നത്? അന്ന് ഞങ്ങളല്ലേ പേടിക്കാതെ തന്നെ പറഞ്ഞോളൂ. സിഹി ഇങ്ങോട്ട് വന്ന ശേഷം നമ്മുടെ സീത നേരത്തെ പോലെ തന്നെയായി. എവിടെന്നാ ഞങ്ങളുടെ മോളെ നിങ്ങക്ക് കിട്ടിയത്? ചക്കരെ, നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു? അതിനെക്കുറിച്ച് റാമു ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. നഷ്ടപ്പെട്ട കുട്ടിയെ തിരിച്ചു കിട്ടി, അത്ര മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. പക്ഷേ അന്ന് നമ്മൾ കണ്ട കുട്ടി സിഹിയെ പോലെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അറിയില്ല ആരുടെ കുട്ടിയാണെന്ന് തോന്നുന്നു. പക്ഷേ സംസ്കാരം നമ്മുടെ രാമൻ നടത്തി, അത്രേ ഉള്ളൂ. അതെ, ആ ദൈവത്തിന്റെ ദയ കൊണ്ട് വീണ്ടും നമ്മുടെ ചക്കരയെ നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ. അത് തന്നെ വലിയ കാര്യം. മേമ, ഇപ്പൊ എന്താ സംഭവിച്ചേ? എന്താണെന്ന് അറിയില്ല പൂ. രാവിലെ തൊട്ടെന്തോ എനിക്ക് തല കറങ്ങുന്നുണ്ടായിരുന്നു. അതേ മനസ്സിലായത് എന്തുകൊണ്ടാ? മേമയ്ക്ക് ഇങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ലല്ലോ. ഈ സമയത്ത് നിങ്ങൾ ഉറങ്ങാറ് പോലുമില്ല. പക്ഷെ പെട്ടെന്ന് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ?
എന്തോ പൊടി കലർത്തി കൊടുത്തിരുന്നു. ബഡി ബംഗരമ്മ ആന്റി, എന്റെ അച്ഛന് മറുപടി കൊടുക്ക്. എനിക്കും അതാ മനസ്സിലാവാത്ത രാമ. എന്തുപറ്റി ഭാർഗുവിന് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരാൻ? അതൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല പോ. മേമ, നിങ്ങൾ ആദ്യം നീങ്ങി വന്നേ. എങ്ങോട്ടാ പോ? ഹോസ്പിറ്റലിലേക്ക്. അതൊന്നും വേണ്ട, ഒന്ന് റെസ്റ്റ് എടുത്ത് എല്ലാം ശരിയായിക്കോളും. നിങ്ങൾ ശരിക്കും ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഞാൻ പോയി എടുത്തിട്ട് വരാം. അപ്പോ അതൊന്നും വേണ്ട. നീ എനിക്കൊരു സഹായം ചെയ്തു തരാവോ? പറ മേമ. എന്നോട് ഒരേ ഒരു സത്യം മാത്രം പറ. എന്ത് സത്യം? ആ കുട്ടിയെ നീ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? അത് മേമ, അപ്പോ നീ എന്നോട് മറച്ചു വെക്കുവാണോ? പ്ലീസ് അപ്പു, എന്നോട് മറച്ചു വെക്കേണ്ട കാര്യം എന്താ? ഇതാ നോക്ക്, കല്യാണം കഴിയുന്നതിന് മുൻപ് ഏത് സമയവും മേമ മേമാന്നും പറഞ്ഞ് എന്റെ പുറകെ നടന്ന നിനക്ക് ഭാര്യയും മകളും വന്ന ശേഷം ഈ മേമയെ വേണ്ടതായല്ലേ? ആയിക്കോട്ടെ,